മരിച്ചയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ മൃതദേഹം കയറ്റി അയക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് നാട്ടിലെ വിമാനത്താവളങ്ങളിൽ സമർപ്പിക്കണമെന്ന നിബന്ധനയാണ് പ്രവാസികളെ വെട്ടിലാക്കിയിരിക്കുന്നത്. കരിപ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ അയച്ച ഉത്തരവ് ചൂണ്ടിക്കാട്ടി ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിലെ കാർഗോ കമ്പനികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്കുള്ള മൃതദേഹം കയറ്റി അയക്കാൻ വിസമ്മതിച്ചത് നേരിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കി. ഒടുവിൽ മണിക്കൂറുകൾ കാത്തുകിടന്നാണ് മൃതദേഹം നാട്ടിലേക്ക് അയച്ചത്. ഈ ഷാർജയിൽ ഈ ബോഡി ആയിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു 42 മണിക്കൂർ മുമ്പ് ബോഡി ഉണ്ടെന്നാലേ ബോഡി കയറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ ഒരു നിയമം എന്ന് വെച്ചാൽ അപ്പോൾ അവരൊരു ലെറ്റർ എടുത്ത് തന്നു. അവർ പറഞ്ഞു ഈ പേപ്പറുകളെല്ലാം റെഡിയാക്കി ഇവിടെ വന്നിട്ട് കോഴിക്കോടുള്ള എയർപോർട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഈ ലെറ്റർ അയച്ചത്. കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒന്നല്ല ഈ ലെറ്റർ വന്നത്. ഈ പേപ്പർ എടുത്ത് 48 മണിക്കൂർ കഴിഞ്ഞാൽ ബോഡി കൊണ്ടാകാൻ കഴിയുമോ? നിലവിലുള്ള നിയമങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിയതെന്ന് കരിപ്പൂർ എയർപോർട്ട് ഡെപ്യൂട്ടി ഹെൽത്ത് ഓഫീസർ മുഹമ്മദ് ജലാലുദ്ദീൻ പ്രതികരിച്ചു. ഇവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലാതെ ഈ 48 മണിക്കൂർ കഴിഞ്ഞേ കൊണ്ടുവരാവോ എന്നല്ല. ഇൻഫെക്ഷ്യസ് കേസ് എന്താണെന്ന് ഞങ്ങൾ ഇൻഫെക്ഷ്യസ് ആണോ അല്ലയോ എന്ന് യഥാർത്ഥ എയർപോർട്ട് ഹെൽത്ത് ഓഫീസർ അറിയണം. അറിയാതെ ബോഡി ഇവിടെ വരരുത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എയർപോർട്ട് ഹെൽത്ത് ഓഫീസർ റെസ്പോൺസിബിൾ ആവും. നിലവിൽ 1-2 ദിവസം കൊണ്ട് ഗൾഫിൽ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാം. എന്നാൽ പുതിയ തീരുമാനം നടപ്പിലാക്കിയാൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും പിടിക്കും. ഇത് നാട്ടിലുള്ള കുടുംബത്തിന്റെ വേദന കൂട്ടുന്നതോടൊപ്പം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഗൾഫിലുള്ള സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കും. മൃതദേഹം പഴകുന്നതിനും വഴിവെക്കും. തങ്ങളുടെ പ്രശ്നങ്ങളോടെന്നും മുഖം തിരിക്കാറുള്ള സർക്കാരുകൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും നീതി ലഭ്യമാക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.